ഹലോ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാറ്റിൻ്റെ ദാറ്റ് മീൻസ് CMAയുടെ കാറ്റിൻ്റെ എക്സാം ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ICMA ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അനൗൺസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫെബ്രുവരി 4-ാം തീയതി നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ഹോം ബേസ്ഡ് എക്സാം ആണ്. ഓക്കെ, മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ സെൻട്രൽ ബേസ്ഡ് എക്സാം എന്നായിരുന്നു. ഓക്കെ, അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ഹോം ബേസ്ഡ് എക്സാം എന്നാണ് പറയുന്നത്. ഹോം ബേസ്ഡ് എക്സാം തന്നെ നമ്മൾ മുമ്പൊക്കെ ഹോം ബേസ്ഡ് എക്സാം വി ക്യാൻ യൂസ് വിത്ത് മൊബൈൽ ഫോൺ. ഓക്കെ, മൊബൈൽ ഫോണോ ടാബ്ലറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിക്കും എന്താണ്? ഓക്കെ, ഇത് രണ്ടും അല്ല, എന്തുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്? ലാപ്ടോപ്പോ അതല്ലെങ്കിൽ ഡെസ്ക് ടോപ്പോ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത്. അപ്പൊ ഫോണും അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അതല്ലെങ്കിൽ ടാബ്ലറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോ എല്ലാവരുടെ ഒരു പക്ഷേ എന്തുണ്ടാവണമെന്നില്ല, ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒന്നും ഉണ്ടാവണില്ല. അപ്പൊ എവിടെ നിന്നാണോ നമുക്കത് പറ്റുക അവിടെ നിന്ന് യൂസ് അതൊന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക്, കാരണം സൺഡേ ആണ് എക്സാം നടക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ലാപ്ടോപ്പിന്റെ വെരിഫിക്കേഷൻ നടത്തുക. ഓക്കെ, ദാറ്റ് മീൻസ് സിസ്റ്റം വെരിഫിക്കേഷൻ നടത്തണം. സിസ്റ്റം വെരിഫിക്കേഷൻ നടത്താൻ നമ്മൾക്ക് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ലിങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ദാറ്റ് മീൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ആണെന്ന് പറയുന്നുണ്ട്. ഗൂഗിൾ ക്രോം ഇല്ലാത്തവരൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പാർട്ട് എക്സാമിന്റെ കുറച്ച് കാര്യങ്ങൾ സ്ക്രീൻ റെസൊല്യൂഷൻ പറയുന്നുണ്ട്. OS വിൻഡോസ് 8 ആയിരിക്കണം. അതുപോലെ പ്രൊസസ്സർ എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. റാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആൾറെഡി പറയുന്നുണ്ട്. സോ നെറ്റ് സ്പീഡ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ടൈം സോൺ. ഓക്കെ, ദെൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹറിവറി ആവാൻ പാടില്ല. അപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ് ലിങ്കിൽ. ഓക്കെ, ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ല, റോളിംഗ് ബ്രൗസർ ചെക്ക് ആണ് നടക്കുന്നത്. നമ്മൾ ഏത് ബ്രൗസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെബ് കാം ഇസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണിക്കും. വെബ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഷുഡ് ബി ഷോൺ ലൈക്ക് ദിസ്. ഓക്കെ, വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. ഓക്കെ, ദെൻ വെബ്കാം, വാട്സാപ്പ്, വെബ്കാം. ഓക്കെ, വീഡിയോ റെക്കോർഡിംഗ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ഇറ്റ് വാസ് ഓക്കെ. ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി വെക്കാം. ക്യാമറ ഓഫ് ആക്കി, then let's check it. ഓക്കെ, നൈസ്. വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് സൂം ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഓക്കെ ആവാത്തത്. ഇപ്പൊ നമുക്ക് അത് റെഡിയായി. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് നടത്തും. ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആവും. ഓക്കെ, ചില കേസിൽ ഇങ്ങനെ അലോ എന്ന് വരുന്നുണ്ടാവും. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എങ്കിലേ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഇതിൽ എൻ്റെ സ്ക്രീന് വിൻഡോ. ഓക്കെ, ഇത് ഏത് 3 കൊടുത്താലും എന്ത് ചെയ്യും, വർക്ക് ആവും എന്ന് നോക്കുക. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഷയങ്ങൾ വേണ്ട. ദെൻ സ്ക്രീൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മളിപ്പോൾ കൊടുത്തു. ഓക്കെ കൊടുത്തു, ഓട്ടോമാറ്റിക്കലി കണക്ട് ആയി. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ എല്ലാം ഇവിടെ ടിക്ക് വന്നു. ഇവിടെ എല്ലാം ടിക്ക് വന്നില്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് മുന്നേ വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ റിക്വയർമെന്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി നമുക്ക് ബ്രൗസർ ക്ലോസ് ചെയ്യാൻ, നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും ഈ ലാപ്ടോപ്പിൽ എന്നാണ് അതിന്റെ അർത്ഥം. റൈറ്റ്? ഓക്കെ, എനിവേസ്, അപ്പോൾ ഈ കാര്യം പ്രത്യേകം മക്കളൊന്ന് ശ്രദ്ധിക്കുക. എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.